പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുദിനാനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുന്നു. കർത്താവെ, മഹത്തായ ഒരു ദിവസത്തിനായി നന്ദി പറയുന്ന ഈശോയെ. ഫെബ്രുവരി 16 ഇന്ന് കർത്താവിൻ്റെ ദിവസം, ഞായറാഴ്ച. അങ്ങയുടെ മക്കൾ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നവരുണ്ട്. രണ്ടാമത്തെ കുർബാനയ്ക്ക് പോകാൻ പോകുന്നവരുണ്ട്. കർത്താവ് എല്ലാവരെയും, ഇന്ന് രാത്രി കുർബാനയ്ക്ക്, വൈകുന്നേരം കുർബാനയ്ക്ക് പോകുന്നവരുണ്ട്. പ്രായമായവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കുർബാനയ്ക്ക് പോകാതെ ആരെങ്കിലും മടിയാടുത്ത് മനസ്സിൽ ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക കടങ്ങൾ, ജീവിത ക്ലേശങ്ങൾ, കർത്താവ് ലൂക്ക 8:7 പറഞ്ഞിരിക്കുന്ന പോലെ മുൾച്ചെടികൾക്കിടയിൽ വീണ് വിത്ത് പോലെ വിശ്വാസം ഞെരുക്കപ്പെടുന്നവരുണ്ട്. ജീവിത ക്ലേശങ്ങൾ കാരണം വിശ്വാസം ഞെരുക്കപ്പെടുന്നവരുണ്ട്. കടങ്ങൾ, ഭീതികൾ, രോഗങ്ങൾ, കുടുംബത്തിലെ അസമാധാനങ്ങൾ, ആസക്തികൾ, ഇങ്ങനെ കൊണ്ട് ഞെരുക്കപ്പെടുന്നവരുണ്ട്. കർത്താവെ, നീ ഇപ്പോഴീ പ്രാർത്ഥന കൊണ്ട് അവരെ വിടുവിക്കണം. അവരെഴുന്നേറ്റ് പോയി, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. പിതാവെ, നിനക്കും അങ്ങയ്ക്കും സ്വർഗത്തിനുമെതിരായി ഞാൻ പാപം ചെയ്തതെന്ന് അനുതാപത്തോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് പിതാവുമായി അനുരഞ്ജനപ്പെടാൻ പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മാധ്യസ്ഥത്തിന് ഞാൻ നിങ്ങളുടെ കുടുംബം സമർപ്പിക്കുന്നു. ഓരോരുത്തരും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. സ്വന്തം വീട്ടുകാരുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് എല്ലാവരും കൂടുതലും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നിങ്ങളെല്ലാവരും മറ്റുള്ളവരുടെ ക്രിസ്തുവിനെ അറിയാത്തവർ, ക്രിസ്തുവിന് മുമ്പിൽ നിൻ്റെ പ്രാർത്ഥന നിൻ്റെ മാത്രം പ്രാർത്ഥനയായിട്ട് അവസാനിക്കാതെ എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ട് ക്രിസ്തു തിരുസന്നിധിയിൽ പോകുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയായിട്ട് മാറുന്നു. കാര്യം എന്താണ്? ക്രിസ്തു എല്ലാവരും രക്ഷപ്പെടണമെന്നും. നമുക്ക് 1 തിമോത്തി 2:4 പ്രാർത്ഥന ഇടക്കുമെന്ന് വായിച്ചേക്കാം. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഇതെന്താ പ്രശ്നം അറിയാവോ? ഇപ്പം നീ നിൻ്റെ ഭർത്താവ് മദ്യപാനമാണ്, അല്ലെങ്കിൽ ആർക്ക് വേറെ തെറ്റ് ജീവിതമുണ്ട് എന്ന് പറഞ്ഞ് നിൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ നിൻ്റെ മകള് തെറ്റായ ഒരു പ്രണയത്തിൽ ബന്ധപ്പെട്ട് നീ അത് അവിടെ കുരുങ്ങിപ്പോയി. അപ്പോൾ അവൾ രക്ഷപ്പെടണമെന്നൊക്കെയാണ് നീ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. കാര്യം നിൻ്റെ ഭർത്താവ് നിൻ്റെ മകൾ രക്ഷപ്പെട്ടാൽ നിനക്ക് സമാധാനമല്ലേ ഉണ്ടാകത്തുള്ളൂ. കർത്താവിന് സമാധാനം ഉണ്ടാകണം നിർബന്ധമുണ്ടാകും. കർത്താവിൻ്റെ മനസ്സിലിരിക്കണത് എന്താണ്? ഇതുപോലെ അനേക ആയിരങ്ങൾ ഉണ്ട് തകർന്നു പോയവർ, അവർ രക്ഷപ്പെടണം. അപ്പോഴേ നീ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്? കർത്താവ്, എൻ്റെ ഭർത്താവ് മാത്രമല്ല, എൻ്റെ മകൾ മാത്രമല്ല, എൻ്റെ മകൻ, എൻ്റെ ഭാര്യ മാത്രമല്ല, മറ്റുള്ളവരും ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന മറ്റുള്ളവരും രക്ഷപ്പെടാൻ അവർക്ക് വേണ്ടി ഞാൻ മധ്യസ്ഥം വഹിക്കുന്നെന്ന് പറയുമ്പോൾ തന്നെ, കുറേ നാൾ മധ്യസ്ഥ പ്രവർത്തി ചെയ്യുമ്പോൾ തന്നെ കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും ഇല്ലാത്തവരെ സ്പോൺസർ ചെയ്ത് പ്രാർത്ഥിക്കുകയല്ലേ. അപ്പം നിൻ്റെ ക്രിസ്തീയമായ കൂട്ടായ്മ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിച്ച കർത്താവിൻ്റെ മനസ്സിലിരിപ്പ് ഞങ്ങളെന്നുള്ളതല്ലേ, ഞാനെന്നുള്ളതല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് നല്ല എഫിക്കസി കിട്ടും. അപ്പോൾ അതുകൊണ്ട് കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ എൻ്റെ ഈ പ്രാർത്ഥനയുടെ പ്രയാസങ്ങൾ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, അവിടെ അതേ പ്രയാസം ഇരിക്കുന്ന ജനാജാതി മതസ്ഥരെ നിന്നെ അറിഞ്ഞ് എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള നിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറാനും വേണ്ടി അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ, ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ അതേ ക്ലേശങ്ങളിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനാ വരം കർത്താവ് നിനക്ക് തന്ന അഭിഷേകം ചെയ്യട്ടെ. അതുവഴി നീ ഉയരുകയും വളരുകയും കർത്താവിൽ മഹിമയോട് നിലനിൽക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ഈ കൃപ നിന്നെ പിന്തുടരട്ടെ. Lord, infuse your spirit of power and grace. Thank you. എൻ്റെ പ്രിയപ്പെട്ട, ഇന്ന് നമ്മൾ എടുക്കുന്ന വചനം എന്ന് പറയുന്നത് ഹെബ്രായ ലേഖനം 10:23 വായിച്ചു തുടങ്ങാം. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ, നമ്മുടെ പ്രത്യാശ അഥവാ പ്രാർത്ഥന, അല്ലെ അപേക്ഷ, പ്രത്യാശയുടെ യാചനാരൂപമാണല്ലോ പ്രാർത്ഥന ഏറ്റുപറയുന്നതിൽ, പ്രാർത്ഥിക്കുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. അല്ലേ, ഇനി നമുക്ക് മാറ്റിപ്പിടിക്കാന്ന് പറയത്തില്ലേ? ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് മാറ്റി പിടിക്കും. ഒരു വിഷയത്തിൽ തന്നെ ചില ആൾക്കാർ ഉടമ്പടി എടുത്തിട്ട് ആ വിഷയം തന്നെ പോയി ആൾക്കാർ അന്തരീക്ഷ പെട്ടിൽ എഴുതിയിടും. അപ്പോൾ ഉടമ്പടിയിൽ അവർക്ക് വിശ്വാസം അത്ര കണ്ട അറിവ് കിട്ടാത്തത് കൊണ്ടാണ് അവരിങ്ങനെ മാറ്റി പിടിക്കണത്. ഉടമ്പടി എന്തിനാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്? വാഗ്ദാനങ്ങളിലാണ്. വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? വാഗ്ദാനം ദൈവം നൽകിയത് എല്ലാ മനുഷ്യർക്കുമാണ്. അതാണ് എല്ലാ മനുഷ്യർക്കുമാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും നൽകിയ വാഗ്ദാനം എന്താണ്? അതാണ് ലുക്ക 2:29-30 എടുത്തേ.
കർത്താവേ അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി. അപ്പൊ വാഗ്ദാനം എന്താണ്? വാഗ്ദാനം ആർക്കാണ്? യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല. പിടിയിട്ടില്ലേ? എല്ലാ മനുഷ്യർക്കും. എന്നെ കേൾക്കുന്നവർ ക്രിസ്ത്യൻസ് മാത്രമാണോ? അല്ലല്ലോ. അപ്പോൾ വാഗ്ദാനം എന്ന് പറയുന്നത് ഫോർ എവരിബഡിയാണ്, സകല ജനങ്ങൾക്കും വേണ്ടി. അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഈ സകല ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്താണ്? വാഗ്ദാനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവാണത്. അതാണ് അത് നമ്മുടെ ഈ 2 കൊരിന്ത്യർ 1:20 എടുത്തേ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ഈ ദൈവമഹത്വത്തിന് അവൻ വഴി ആമേൻ പറഞ്ഞ ആദ്യത്തെ ആളാരാണെന്ന് അറിയാമോ? അമ്മയാണ്. ഇതാ കർത്താവിന്റെ ദാസ്യം എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോമാണ്, സിംഗിൾ വേർഡാണ് ആമേൻ. ഇതാ കർത്താവിന് ദൈവമഹത്വത്തിന് ആദ്യം ആമേൻ പറഞ്ഞ ആളാ. എന്നിട്ട് ഇപ്പൊ എന്താ പറയണമെന്ന് നോക്കിയാ? ഒന്ന് വായിച്ചേ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. അപ്പോഴേ ഈ സകല മനുഷ്യർക്ക് വേണ്ടിയാണ് ദൈവം വാഗ്ദാനം കൊടുത്തിരിക്കുന്നത്. എന്ന് സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെയാണെന്ന് പറയുമ്പോൾ സകല മനുഷ്യർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന സകലവും നിറവേറാനുള്ള ഏക വാഗ്ദാനം എന്താണ്? ക്രിസ്തുവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ ആനുകൂല്യങ്ങൾ, ഔദാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ എൻ്റെ പുറകെ നടക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവേ എന്നിൽ നിറയണമേ. കർത്താവ് എന്നിൽ നിന്ന് വസിച്ചു കഴിഞ്ഞാൽ സകല വാഗ്ദാനവും ഞാൻ നിറവേറുന്നത് തുല്യമാണ്. 8855 വാഗ്ദാനമുണ്ട് ബൈബിളിൽ മാത്രം. അപ്പോൾ അതെല്ലാം ഒറ്റ വാർഡിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ സകലതും ഉച്ചിഷ്ടം പോലെ കരുതണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. എന്തെങ്കിലും വേദനയോ തള്ളിപ്പറച്ചിലോ അതുപോലെ തന്നെ ഒറ്റുകൊടുക്കലോ തള്ളിപ്പറച്ചിലോ ഒക്കെ വന്നാലും പിതാവേ അവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനെ നേടാൻ വേണ്ടി ക്രിസ്തു രക്തസാക്ഷിയായതുപോലെയാണ് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മൾ സകലത്തിലൂടെ കടന്നു പോകുന്നത്. അത് നമുക്ക് നഷ്ടമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇത്തിരി പരിചരണം ആവശ്യമാണ്, ഇത്തിരി ട്രെയിനിങ് ആവശ്യമാണെന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസത്തിൻ്റെ മൗലിക രൂപം മൗനമാണേ. വിശ്വാസത്തിൻ്റെ മൗലിക രൂപം മൗനമാണെങ്കിൽ മൗനത്തിൻ്റെ ആളായ്മ മറിയമാണ്. അതല്ലേ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത്. എല്ലാ റോഡുകളും റോമിലേക്കെന്ന എല്ലാ ആധ്യാത്മിക വഴികളും അമ്മയിലേക്കാണ്. അമ്മയെ മുറുകെ പിടിച്ചാൽ ക്രിസ്തുവിനെ കിട്ടും. അമ്മയുടെ നിലപാടുകൾ, അമ്മയുടെ നയങ്ങൾ, അമ്മയുടെ കാലാവസ്ഥ ഭേദമനുസരിച്ചുള്ള സമീപനങ്ങൾ ഒക്കെ നിങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. അമ്മ നിങ്ങളുടെ കൂടെ. പ്രിയമുള്ളവർ, ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പല സാക്ഷ്യങ്ങളാണ്. നമ്മൾ ഇന്ന് കേട്ട സാക്ഷ്യങ്ങൾ ഉൾപ്പെടെ പല സാക്ഷ്യങ്ങളും ഇവരുപയോഗിക്കുന്ന സാക്ഷ്യത്തിൻ്റെ അനുഭവസാക്ഷ്യം പറയുന്നവരുപയോഗിക്കുന്ന വാക്കുകൾ രസമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച പറഞ്ഞത് ഒരു കിടക്കയിൽ കിടന്ന് മൂത്രമൊഴിക്കുന്നൊരു കുഞ്ഞാണ്. അത് പ്രായമുള്ള കുഞ്ഞാണ്. അപ്പോൾ അത് കുഞ്ഞിന് അമ്മയ്ക്ക് ഭയങ്കര പ്രയാസം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി എഴുന്നേറ്റാൽ രാത്രി തന്നെ ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ കിടക്കലറിയാതെ മൂത്രമൊഴിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. എല്ലാവരുടെയും ഉറക്കം പോകും. സർവത്ര സങ്കടം കുടുംബത്തിൽ. പഴയ ഉടമ്പടി ചെയ്തപ്പോൾ അവർ പറഞ്ഞ സ്വിച്ചിട്ട പോലെ നിന്നവൻ. അവർ ഉപയോഗിച്ച വാക്കതാണ്. യൂട്യൂബിൽ ആ സാക്ഷ്യം കിടക്കുന്നുണ്ട്. സ്വിച്ചിട്ടതുപോലെ നിന്നു. ഇപ്പോൾ 3 മാസമായിട്ട് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞു. കുഞ്ഞിന് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് ബോധം കിട്ടുന്നുണ്ട്, എഴുന്നേറ്റ് പോകുന്നുണ്ട് മൂത്രമൊഴിക്കാൻ രാത്രി എന്നാണ്. ഇപ്പോൾ ഇന്ന് തന്നെ നിർമ്മല മേരിയും അഞ്ചു ഗോതിരത്തുമൊക്കെ പറഞ്ഞത് അരസസ് രോഗമായാലും ബ്ലീഡിങ് ആയാലും തൽക്ഷണം നിലച്ചെന്നാണ് പറയണത്. തൽക്ഷണം. അപ്പോൾ ഈ ഉടമ്പടിയുടെ അനുഭവങ്ങൾ ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ്, ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് തൽക്ഷണം. ഉടമ്പടിയും ഒരു തൽക്ഷണം അനുഭവത്തിൻ്റെ പ്രാർത്ഥനയാണ്. പക്ഷേ ആ തൽക്ഷണം അനുഭവം എങ്ങനെയാണ് ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ ബൈബിളിലെ അന്വേഷിക്കേണ്ടത് ചരിത്രവാക്യങ്ങളല്ല അന്വേഷിക്കേണ്ടത്. പലരും സൂത്രവാക്യങ്ങളാണ് അന്വേഷിക്കേണ്ടത്. സൂത്രവാക്യങ്ങൾ മീൻസ് ഫോർമുല.
ആണ് സൂത്രവാക്യം. നമ്മൾ ബൈബിള് സാധാരണ ആൾക്കാർ വായിക്കുന്നത് സാൽവേഷൻ ഹിസ്റ്ററി, രക്ഷാകരമായ ചരിത്രം, അത് വേണം, വേണ്ടെന്നല്ല. പക്ഷെ ഈ സാൽവേഷൻ ഹിസ്റ്ററിയെ, രക്ഷാകരമായ ചരിത്രത്തിൽ പ്രവർത്തിച്ച ദൈവം ഒരു ഭൂതകാലത്തിൻ്റെ ദൈവമല്ല. പിന്നെ ദൈവം വർത്തമാനകാലത്തിൻ്റെ ദൈവമാണ്. അതുകൊണ്ടാണ് എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തനക്ഷമനാണ്, ഞാനും പ്രവർത്തിക്കുന്നുവെന്ന് ഈശോ പറഞ്ഞത്. അതുകൊണ്ടാണ് ഹെബ്രായർ 13:8 നമ്മൾ വായിക്കുന്നത്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ. ശ്രുതികട ഹല്ലേലൂയ. നിന്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം ബൈബിളിലെ ഭൂതകാലത്തിൽ പ്രവർത്തിച്ച അതേ ദൈവം എങ്ങനെയാണ് വർത്തമാനകാലങ്ങളിൽ പ്രവർത്തനക്ഷമമാകുന്നത് നമ്മുടെ ജീവിതത്തിൽ, അത് ബൈബിൾ അതിന് കുറേയധികം സൂത്രവാക്യങ്ങൾ നൽകുന്നുണ്ട്, ഫോർമുല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ തന്നെ തൽക്ഷണം അവളുടെ മകൾ സുഖപ്പെട്ടു എന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. തൽക്ഷണം എപ്പോഴാണ്? കാനൻകാരുടെ വിശ്വാസത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ്. കാനൻകാരുടെ വിശ്വാസം എന്താ? അവളുടെ പ്രശ്നം എന്താ? അവിടെ മകൾക്ക് പിശാച് ബാധിക്കുകയാണ്. അപ്പോഴവൾ അപസ്മാരമായിരിക്കും, ചിലപ്പോൾ ഡയബോളിക് പൊസിഷൻ ആയിരിക്കും, വാട്ടർ മേ ബി. അവൾ കുറേ സങ്കടം അനുഭവിക്കുന്നുണ്ട് മകളെ കാരണം കുറേ സങ്കടം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവൾ വന്ന് ഈശോൻ്റെ അടുത്ത് ഈ സങ്കടം പറയും. പക്ഷേ ഇങ്ങനെ വളരെ സങ്കടം പറഞ്ഞെങ്കിൽ ഈശോ അത് മൈൻഡ് ചെയ്യത്തില്ല, അല്ലേ? ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് പ്രാർത്ഥിക്കുന്നവരത് പ്രതീക്ഷിക്കണം. ഇങ്ങനെ ഒരു നിശബ്ദമായിട്ട് സൈലൻസ് ടൈം ഉണ്ട് ഇതിന്. ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും അല്ല, ചില കാര്യങ്ങൾക്ക് സൈലൻസ് ടൈം വരുമ്പോൾ ദൈവം എന്താണ് ഉദ്ദേശിക്കണമെന്ന് നമ്മൾ അറിയണം. സൈലൻസ് ടൈം ഉടനെ ഈ കാനൻകാരി എന്താ ചെയ്യണത്? നമ്മുടെ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കാനൻകാരി ഉടനെ എന്നാ ചെയ്യണത്? അവൾ അപ്പോസ്തലന്മാരോട് പറയും, ഞാൻ വളരെ വേദനിക്കുന്നു, എനിക്ക് ജീവിക്കാൻ പൊറുതിമുട്ടിയിരിക്കണം, അക്ഷരാർത്ഥത്തിൽ എന്തെങ്കിലും ചെയ്യണം, ഒന്ന് പറ എന്ന് പറയും. എനിക്ക് സ്വാധീനമില്ല, അതുകൊണ്ട് എൻ്റെ വാക്ക് ഈശോ മൈൻഡ് ചെയ്യണില്ല, എന്നെ അറിയില്ല എന്നൊക്കെയാണ് അവർ പറയണത്. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പറയാൻ പറയും. നിങ്ങൾക്ക് കർത്താവിനെ അറിയാമല്ലോ, കർത്താവിന് സ്വാധീനമുണ്ടല്ലോ എന്ന് പറയാൻ പറയും. അവരുടനെ അത് പറയും. അവർ നല്ല പ്രവർത്തകരാണ്. അവരാ ചെടുത്തിനെ സഹായിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാർ മനുഷ്യന്മാരുടെ വേദനയോട് റിസെപ്റ്റിവിറ്റി ഉള്ളവരാണ്. അവർ പത്രോസ് വന്ന് പറയും, ജീസസ് ഈ അവളൊന്ന് പറഞ്ഞ് വിടിച്ചോ എന്ന് പറയും. അവൾ നമ്മുടെ പിന്നാലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്നല്ലോ. അപ്പോൾ ഈശോ ഒരു കാര്യം പറയും. എന്നാ പറയണത്? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. ഒരു പരീക്ഷണമാണ് അത്. ശരിക്കും പറഞ്ഞാൽ ഒരു അപമാനത്തിലേക്കാണ് പോണത്. ശരിക്കും പ്രാർത്ഥനയിൽ എപ്പോഴും ഒരു അപമാനത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. അത് നിങ്ങളത് ഓർത്തേക്കണം. എല്ലാ പ്രാർത്ഥനയും അല്ല. ഇപ്പം നിങ്ങൾ പത്രം കൊണ്ട് നടക്കത്തില്ലേ? ഇപ്പം ഒരു കോട്ടയത്തെ ചെടുത്ത് എന്നാ പറഞ്ഞത്? പത്രം നേരത്തെ കൊടുക്കുമ്പോഴൊക്കെ ആൾക്കാരെ കളിയാക്കുമെന്ന് പറഞ്ഞല്ലേ. ഇപ്പോഴേ അവർ കോട്ടയത്തെ പത്രം കൊണ്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ വന്ന് ചോദിച്ചുകൊണ്ട് മേടിച്ചുകൊണ്ട് പോകണം. ഒരു കാലമാണത്. ശരിക്കും നമ്മുടെ പരീക്ഷണത്തിൻ്റെ ഒരു കാലമാണ്. അപ്പോൾ ആ കാലങ്ങളിൽ, പ്രതിസന്ധിയുടെ കാലങ്ങളിൽ നമ്മൾ എന്ത് നിലപാട് കൈവരിക്കുന്നു എന്നുള്ളതാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. പ്രയാസത്തിൻ്റെ കാലങ്ങളിൽ നമ്മൾ കാണിക്കുന്ന നിലപാടുകൾ. ഇവരോട് പറഞ്ഞ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. അപ്പോൾ അവൾക്ക് വേണമെങ്കിൽ ആ സമയത്ത് നിരാശപ്പെട്ട് പ്രാർത്ഥന അവസാനിപ്പിച്ച് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കാം. പക്ഷെ അവൾ പോകാൻ തയ്യാറല്ല. അവൾ ഉടനെ ഈശോനോട് പറയും, ഈശോ അങ്ങ് പറഞ്ഞത് ശരിയാണ്, ഞാൻ പട്ടി തന്നെയാണ്, എൻ്റെ അവസ്ഥ അതാണ് ജീവിതത്തിൻ്റെ. പക്ഷേ നായ്ക്കുട്ടികളും
യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്നത് ഭക്ഷിക്കാറുണ്ടല്ലോ. അതാണ് ഒരു വിഷയം. അപ്പോൾ ഈശോ പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയണത്? വുമൺ, യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. നിൻ്റെ വിശ്വാസം വലുതാണ്, ശക്തിയുള്ളതാണ്. അപ്പോൾ വിശ്വാസത്തെ ശക്തീകരിക്കുകയാണ് ഈശോയുടെ ഉദ്ദേശം. ഉടനെ അടുത്ത വാക്ക് എന്താണ്? തൽക്ഷണം അവളുടെ മകള് സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേഗത കൂട്ടുന്നത് എന്താണ്? ശക്തമായ വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഫോർമുല എന്ന് പറയുന്നത്. നയൻകാരുടെ ഒരു ഫോർമുലയാണത്, സൂത്രവാക്യമാണ്. ഞാൻ പറഞ്ഞു, വചനത്തിൽ അനുഷ്ഠിക്കേണ്ടത് ചരിത്രവാക്യങ്ങൾ മാത്രമല്ല, പിന്നെ സൂത്രവാക്യങ്ങൾ. ഒരു തൽക്ഷണമായത് എങ്ങനെയാണ്? നയൻകാരുടെ മകൾ ഇത്രയും വലിയ പിശാചബാധയിൽ നിന്ന്, എപ്പിലെപ്സിയിൽ നിന്നോ അവളെ പെട്ടെന്ന് സൗഖ്യപ്പെട്ടത് എങ്ങനെയാണ്? അവളുടെ വിശ്വാസം അവൾ ശക്തീകരിച്ചപ്പോഴാണ്. വിശ്വാസം ശക്തീകരിക്കണത് എങ്ങനെയാണ്? ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ വിശ്വാസം ശക്തീകരിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം വേഗത തൽക്ഷണമാക്കിയെടുക്കുകയാണ്, അല്ലേ? അതാണ് സൂത്രവാക്യം. ഇതിന് പൗലോസ് പറയുന്ന ഒരു ആധ്യാത്മിക സിദ്ധാന്തമുണ്ട്. എന്താ പറയണത്? പൗലോസ് ഇതിനെ പറയണത് 2-3 വാക്കുകൾ ഉപയോഗിക്കും. ഒന്ന് വിശ്വാസമെന്ന് ഉപയോഗിക്കും, പിന്നെ എന്താണ്? ദീർഘക്ഷമ. ദീർഘക്ഷമയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പൗലോസ് പറയണത്, ദീർഘക്ഷമയ്ക്ക് പകരം പറയുന്ന തത്സമ വാക്ക് ഉത്സാഹം തന്നെയാണ്. ദീർഘക്ഷമ എന്ന് പറയുന്നത് നമ്മൾ ചില സമയത്ത് ലാഗ് ചെയ്യത്തില്ലേ? ചില കാര്യങ്ങൾ ലാഗ് ചെയ്യുമ്പോൾ ഹെബ്രായ ലേഖനത്തിലാണതുള്ളത്. നിങ്ങൾ ഇന്ന് തന്നെ അത് വീട്ടിൽ പോയി വായിക്കണം. ഹെബ്രായ 6:11-12. ഹെബ്രായർ 6:11 പറയണത്, നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഇതേ ഉത്സാഹം തന്നെ കാണിക്കണം. അപ്പം നമ്മൾ ഉടമ്പടിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിയോഗങ്ങളില്ലേ, അതെല്ലാമാണ് നമ്മുടെ പ്രത്യാശ, അല്ലേ? ആ പ്രത്യാശ എന്ത് ചെയ്യണം? അതിൻ്റെ നിവൃത്തി ഉണ്ടാകണം. പ്രത്യാശ നിവൃത്തി ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതേ ഉത്സാഹം തന്നെ അവസാനം വരെ കാണിക്കണം. അപ്പോൾ ആദ്യം അത് പൗലോസ് ശരിക്കും 6:12 വിശദീകരിക്കുന്നുണ്ട്. 6:12 ഹെബ്രായ ലേഖനം പറയും, ഏറ്റു പറഞ്ഞ്, അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിന്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ. 6:12 പറയണത് നിരുത്സാഹരാകരുതെന്നാണ്, അല്ലേ? 6:11 ഹെബ്രായ ലേഖനം പറയണത് ഉത്സാഹം അവസാനം വരെ കീപ്പ് ചെയ്യണം. ഇതാണ് ഒരു വിഷയം. ശരിക്കും പലർക്കും വന്നിരിക്കുന്ന ഒരു അപകടം അതാണ്. ആദ്യം ഉത്സാഹമായിരിക്കും, പിന്നീട് ഉത്സാഹം അവർ നിരുത്സാഹമായി പോകും. നിങ്ങളുടെ പ്രവർത്തനത്തിൽ സ്പീഡ് കുറഞ്ഞാൽ, പ്രാർത്ഥനയിൽ സ്പീഡ് കുറഞ്ഞാൽ, നമ്മൾ അതുപോലെ തന്നെ ഈ പ്രത്യാശയുടെ നിവർത്തീകരണത്തിൽ സ്പീഡ് കുറയും. അതാണ് ബൈബിൾ സൂത്രവാക്യങ്ങൾ അച്ഛൻ പറഞ്ഞത്. അതായത് പ്രവർത്തനത്തിൽ, ഇപ്പോൾ നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു, എന്താ ചെയ്യണം? നിങ്ങൾ
രോഗികളെ പോയി കാണുന്നു അല്ലേ? അതുപോലെ തന്നെ അവരെ ശുശ്രൂഷിക്കുന്നു, ഉടുപ്പില്ലാത്തവർക്ക് ഉടുപ്പ് കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണത് അതൊക്കെ ചെയ്യുന്നു. വൈരാഗ്യത്തോടിരിക്കുന്നവരോട് ചെന്ന് ക്ഷമ ചോദിക്കുന്നു. എത്രയോ വലിയ സാക്ഷ്യങ്ങളായിരുന്നു നമ്മൾ കേട്ടത് അല്ലേ? ഈ അനുരഞ്ജനം ഇപ്പോൾ കൂടുതലാണ് ശരിക്കും. ഇന്നലെയൊക്കെ അതുപോലെ മൊത്തം വരുന്നു. അതായത് സമാധാനം പാലിച്ചു കഴിഞ്ഞാൽ ദൈവകൃപ ഉടനെ പ്രവർത്തികമാക്കും. അപ്പോൾ ദൈവകൃപ പ്രാവർത്തികമാക്കാനുള്ള ഒരു ഉത്സാഹമാണ്. ഉത്സാഹത്തിൻ്റെ കുഴപ്പം എന്താണെന്ന് അറിയാമോ? ഉത്സാഹം എവിടെ നിന്ന് ഉണ്ടാകുന്നതാണ്? വിശ്വാസത്തിൽ നിന്നും ദീർഘക്ഷമയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ആ കൈനങ്കാരിയുടെ ഉത്സാഹം കുറഞ്ഞില്ലല്ലോ. പട്ടിയെന്ന് വിളിച്ചിട്ടും ഉത്സാഹം കുറഞ്ഞില്ല. അവൾ പറഞ്ഞ കർത്താവേ അത് ശരിയാണ്, വിശ്വാസമാണ് അവൾക്ക്, ദീർഘക്ഷമയുണ്ട് അവൾക്ക്. നായ്ക്കുട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ. അപ്പോൾ ദീർഘക്ഷമയാണ്. ദീർഘക്ഷമയ്ക്ക് ആ ദീർഘക്ഷമ കാണിക്കണമെങ്കിൽ ഒരു ഉത്സാഹം വേണം. എങ്ങനെ ഉത്സാഹം ഉണ്ടാവണത്? നമ്മുടെ ഉള്ളിൽ ഉത്സാഹം ഉണ്ടാകണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഇപ്പം നിങ്ങൾക്ക് ഒരു മടുപ്പാണ് എന്ന് തോന്നിക്കോ, എഴുന്നേക്കാൻ മടുപ്പ്, അല്ലെങ്കിൽ രോഗികളെ പോയി കാണാൻ മടുപ്പ്, ആശുപത്രിയിൽ പോയി. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷി കേട്ടത് എന്താ, ഞാൻ എന്നാത്തിനാ അനാഥാലയത്തിൽ പോയി ആൾക്കാരെ കാണുന്നത്, എൻ്റെ അപ്പനും അമ്മനെ ശുശ്രൂഷിച്ചാൽ പോരെയെന്ന്. അമ്മായിപ്പനും അമ്മായിമ്മയുമായിട്ട് വീട്ടിൽ നിന്ന് മാറി താമസിക്കുക, അങ്ങോട്ട് പോകാറില്ല. അവർക്കിപ്പോൾ രോഗികളുമാണ്. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടിയപ്പോൾ അവൾക്കൊരു അവബോധം ഉണ്ടായി. അവൾ ചോദിക്കുന്നത്, ഞാനെന്നാത്തിനാണ് അനാഥ ആലയത്തിൽ പോയി ആൾക്കാരെ കാണുന്നത്, എൻ്റെ അപ്പനെയും അമ്മനെയും പോയി ശുശ്രൂഷിക്കുമ്പോൾ തന്നെ അത് മതിയാകുമല്ലോ. അങ്ങനെ അവൾ ചെന്ന് അപ്പനെയും അമ്മനെയും അമ്മായിപ്പനും അമ്മായിമ്മയോട് വഴക്കിട്ട് മാറി താമസിക്കുകയായിരുന്നു. അങ്ങോട്ട് പോക്കും വരവൊന്നും ഇല്ലായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ അവരെ പോയി കാണണമെന്ന് പറഞ്ഞു. ഉടനെ അവൾ സന്തോഷത്തോടെ പോയി അമ്മനെ കണ്ടു ശുശ്രൂഷിക്കാൻ തുടങ്ങി, അപ്പനെ കണ്ടു ശുശ്രൂഷിക്കാൻ തുടങ്ങി. അപ്പോഴെന്നാ പറ്റി? ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു, 4 മാസം കഴിഞ്ഞപ്പോൾ അപ്പനും മരിച്ചു. ഇപ്പോൾ അവൾക്ക് സങ്കടമാണ്. എന്താ? കർത്താവേ, ഉടമ്പടി ഞാൻ നേരത്തെ എടുത്തില്ലല്ലോ. ഇന്നലത്തെ യൂട്യൂബിലുണ്ടത്. ഉടമ്പടി ഞാൻ നേരത്തെ എടുത്തിരുന്നെങ്കിൽ എന്തുമാത്രം കൃപയും പുണ്യവും എനിക്ക് ലഭിക്കുമായിരുന്നു. കാര്യം സ്നേഹം വർദ്ധിച്ചു. അപ്പോൾ ഈ സ്നേഹം വർദ്ധിക്കുമ്പോൾ ഇന്നലെ ആ വചനം പറഞ്ഞായിരുന്നു, ഒന്ന് കൊറിന്ത്യർ 16:14 പറഞ്ഞായിരുന്നു, നിങ്ങൾ ചെയ്യുമ്പോൾ സ്നേഹത്തോടെ ചെയ്യണം. വെറുതെ ചെയ്താൽ പറ്റത്തില്ല. ഒരു നിബന്ധനയായിട്ട് പാലിക്കുന്ന സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളല്ല. എന്ത് ചെയ്താലും, ഇപ്പോൾ പ്രേക്ഷിത പത്രങ്ങൾ കൊടുത്താലും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ചെയ്യേണ്ടത്. അല്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അതിന് നിയമങ്ങൾ പാലിക്കണമെന്നുള്ള രീതിയിലല്ല ചെയ്യണത്. മറിച്ച് ഈശോനെ എല്ലാവരും അറിയണം. ഈശോനെ അറിയാത്ത ഒരു കുഞ്ഞും എൻ്റെ അറിവിലുണ്ടാവരുത്. എൻ്റെ അറിവിൽപ്പെടുന്ന ആൾക്കാരെല്ലാം ഈശോനെ അറിയണം, അറിയാത്തവരും അറിയണം എന്ന് പറഞ്ഞ് ഈശോയുമായിട്ട് ഭയങ്കരമായ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങള്, ഉപവി പ്രവർത്തനങ്ങള് എല്ലാം അങ്ങയെ ഓർത്ത് അങ്ങയ്ക്ക് വേണ്ടി ചെയ്യാൻ എന്നെ ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ. ശരിക്കും ഹെബ്രായർ 6:10 അത് പറയുന്നുണ്ട്. 6:10 പറയും, നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം ദൈവം നീതിരഹിതനല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഓരോ ഇപ്പം അമ്മായപ്പനും അമ്മായമ്മയും അല്ലെങ്കിൽ അയൽവാസികളെയാണ് നമ്മൾ ശുശ്രൂഷിച്ചത്, അല്ലെങ്കിൽ അജ്ഞാതരെയാണ് ശുശ്രൂഷിച്ചതെന്ന് പറയുമ്പോൾ ദൈവം അത് എടുക്കണത് എങ്ങനെയാണ്? തൻ്റെ നാമത്തോടുള്ള സ്നേഹമായിട്ടാണ് എടുക്കുന്നത്. അതറിയണം. നമ്മുടെ പ്രവൃത്തികൾ ഭയങ്കരമാണ് ഉടമ്പടി വഴി വരണത്. തൻ്റെ നാമത്തോട് ചെയ്ത സ്നേഹമായിട്ടാണ് നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും ഉപവി പ്രവർത്തനങ്ങളെയും എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ നല്ല കർക്കശ്യമാണല്ലോ ഇവിടെ. ഇപ്പോൾ പുതുക്കണ ഇല്ലല്ല, 3 കഴിഞ്ഞാൽ പിന്നെ സാക്ഷ്യമില്ലെങ്കിൽ പുതുക്കത്തില്ല. എന്താ കാര്യം? സാക്ഷ്യം ഉണ്ടാകേണ്ട ഒരു ഇപ്പം ഇന്ന് ഒരു സാക്ഷ്യം കേട്ടില്ലേ, ഉടമ്പടി എടുക്കാൻ ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് അടയാളം കിട്ടാൻ തുടങ്ങിയെന്ന്. എന്താ കാര്യം? അവരത് നന്നായിട്ട് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം, വിശ്വസ്തയോടെ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ദൈവം അത് ഉടമ്പടി എടുക്കാൻ ആലോചിച്ച്. ഉടമ്പടിയുടെ രീതികൾ അതാണ്. കാര്യം ഉടമ്പടി സത്യസന്ധമായ ഒരു ബൈബിൾ ഫോർമുലയാണ്. കാര്യം അതിൻ്റെ അകത്ത് അതർ എൻഡിൽ നിൽക്കുന്നത് ആരാണ്? വിശ്വസ്തനായ ദൈവമാണ്. അപ്പോൾ 1 തീമോത്തിയിലേക്ക് ഒന്ന് വായിക്കണേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
2 തിമോത്തി 2:13 നമ്മൾ അവിശ്വസ്തനായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയിലാണ് ഉടമ്പടി അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മളൊന്ന് അല്പം ശ്രദ്ധിച്ച് നമ്മളൊരു വിശ്വസ്തത കാണിക്കുകയാണെങ്കിൽ പ്രവർത്തനങ്ങളിൽ, അതുപോലെ തന്നെ പ്രാർത്ഥനകളിൽ നമ്മൾ ഒരു വിശ്വസ്തത കാണിക്കുകയാണെങ്കിൽ, ഇപ്പോൾ 2 പുതുക്കിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരോട്, ചില ആൾക്കാരോട് 3ാമത്തെ പുതുക്കിന് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് വരികയല്ലേ. 2 പുതുക്കിന് ക്വസ്റ്റ്യൻസ് ഇല്ല. നിങ്ങളെ വിശ്വാസത്തിൽ എടുത്തിട്ട് പരിശുദ്ധ പദ്ധതിൻ്റെ കാർഡേ പരിശോധിക്കത്തുള്ളൂ. 3ാമത്തെ പുതുക്കിന് വരുമ്പോൾ കുമ്പസാരിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ കുമ്പസാരിച്ചിട്ട് എത്ര കാലമായെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും 4 മാസം. അപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് 2 മാസം അല്ലെങ്കിൽ 3 മാസം. അപ്പോൾ കുമ്പസാരിച്ചിട്ട് ഇല്ല എന്നതിൻ്റെ അർത്ഥം പിന്നെ ഇവർക്ക് പുതുക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഇവർ പുതുക്കി കൊടുക്കേണ്ട, ഇവർ ഉടമ്പടിയിലല്ല. ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി അല്ലാത്ത ഒരാളെ എന്തിനാണ് പിന്നെ പുതുക്കണത്? അപ്പം അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും 3ാം പുതുക്കിൽ ചോദിച്ചിരിക്കും. അതുകൂടാതെ സാക്ഷ്യം വേണ്ടി വരും. കാര്യം ഇത്രയും നാളുടെ ദൈവം ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ, ദൈവിക ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഇത് വെരി കറക്റ്റ് ആൻഡ് ക്ലിയർ പ്രെയറാണ്. അപ്പം സംബന്ധിച്ച് അതുകൊണ്ട് നമ്മൾ ആ വിശ്വസ്തത നിങ്ങൾ കാണിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അപ്പോൾ നമ്മൾ ഉടമ്പടിയെ സജീവമായി നിലനിർത്താനും നിങ്ങളുടെ സമയത്തെ ചുരുക്കാനും വേണ്ടിയുള്ള ഒരു മർമ്മം എന്താ? ഉത്സാഹമാണ്. ശരിക്കും വിശ്വാസ പ്രവർത്തികളിലുള്ള ഉത്സാഹം ദീർഘക്ഷമയും ഉത്സാഹത്തിൻ്റെ വേറൊരു രൂപമാണ്. ദീർഘക്ഷമ എന്താണ്? ഏതെങ്കിലും വിഷയം താമസിച്ചാലും നമ്മുടെ ഉത്സാഹത്തിന് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ സംഭവത്തിൻ്റെ സമയം ചുരുങ്ങി വരും. കാര്യം എന്താണ്? ദൈവം വിശ്വസ്തനാണ്. 2 തിമോത്തി 2:13 അനുസരിച്ചുകൊണ്ട് ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മൾ പാലിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുമ്പോൾ ദൈവം അതിനോട് നീതി പുലർത്തും. അപ്പോൾ എന്ത് പ്രയാസമുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും ദൈവം സത്യമായതുകൊണ്ട്, കാര്യം നമ്മൾ ദൈവം സത്യമായിട്ട് നമ്മൾ ആരെ കാണുന്നു? ദൈവത്തെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ബാക്കി ഒന്നും സത്യമല്ല. ഇപ്പോൾ ലോകത്തിൻ്റെ ഓരോ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നു. ഇപ്പോൾ പറയുന്ന പാർലമെൻറ്റ് ആക്രമിച്ച അദ്ദേഹമല്ല എന്ന് പറയുന്നു. ദേവേന്ദ്ര സിംഗാണ് അതിനെ കൂട്ടുനിന്നെന്ന് പറയണം. ഇപ്പോൾ ദേവസ്വം പിടിച്ചപ്പോഴാണ് അഫ്സൽ ഗുരുവിൻ്റെ ചരിത്രം പുറത്തു വന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയാണ് വിധിച്ച് അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നത്. അപ്പോൾ അതേസമയം തന്നെ ഡയറക്റ്റ് അദ്ദേഹത്തിന് അതിൽ പങ്കില്ലെന്ന് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ ഇപ്പോൾ അന്വേഷണത്തിലാണ്. അപ്പോൾ എന്താണ്? ഒരു കാലത്ത് സത്യമാണെന്ന് പറഞ്ഞ കാര്യം ഇന്ന് സത്യമല്ല. ലോകത്തിൻ്റെ സത്യത്തിൻ്റെ അവസ്ഥ അതാണ്. അതുകൊണ്ടാണ് ഋഷിമാർ പ്രാർത്ഥിച്ചത് അസത്വമ സദ്ഗമയ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ വേ ആൻഡ് ലൈഫ്. ഞാനാണ് സത്യമെന്ന് കൈയടിച്ച് കിടത്താണ്. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം.